ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നലെ ഒരു പോൾ ഇട്ടപ്പോൾ കൂടുതൽ വോട്ട് വന്നത് ജേർണലിംഗ് ഐഡിയാസ് ചെയ്യാനായിരുന്നു. സോ ഇന്ന് നമുക്കൊരു 3 ജേർണലിംഗ് ഐഡിയാസ് കാണാം. ആൻഡ് ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന 3 ജേർണൽ ഐഡിയാസ് ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ആൻഡ് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഹാൻഡ് മെയ്ഡ് സപ്ലൈസും ആണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ജേർണലാണ് ഒരു ഡെയിലി ജേർണൽ. ഡെയിലി ജേർണൽ അല്ലെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ജേർണലായിട്ട് എഴുതി വെക്കുക, അല്ലെങ്കിൽ ഒരു മോർണിംഗ് റൊട്ടീൻ അല്ലെങ്കിൽ ഡെയിലി റൊട്ടീൻ എന്നൊക്കെ പറയാം. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മളൊരു ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പിക്ചറൈസേഷൻ എന്ന പോലെ ചെയ്ത് വെക്കുക. ഈ ഒരു ജേർണൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് റെഫറൻസ് എടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്കെച്ച് വരച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ബ്ലാക്ക് ജെൽ പെന്ന് വെച്ചിട്ട് എഴുതുന്നതാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്താൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതൊക്കെ ജസ്റ്റ് അതിന് എന്താ പറയുക, ഒന്നെങ്കിൽ നമുക്കത് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിച്ചിട്ടും ചെയ്യാം. അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ വരച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് നമ്മൾ എത്ര മണിക്കാണ് എണീറ്റതെന്ന് എഴുതാം. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും എഴുതാം. പിന്നെ ഫുഡ് എന്ന് കൊടുത്ത് ആ ഒരു പ്ലേസിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു എന്ന് എഴുതാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് എഴുതാം. കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അതിൻ്റെ റെസിപ്പി കുഞ്ഞിതാക്കി വേണമെങ്കിൽ അതൊക്കെ നമുക്ക് എഴുതി വെക്കാം. പിന്നെ അപ്പുറത്ത് ജസ്റ്റ് ഒരു ഷവറിങ് ആണ്, അത് നമ്മൾ ബാത്ത് ചെയ്ത ആ ഒരു ടൈമും കാര്യങ്ങളും എഴുതാം. പിന്നെ ഞാൻ യൂട്യൂബ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ താഴെ എഴുതാൻ ഞാൻ മറന്നതാണ്. വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഓർമ്മ വന്നത്. ഞാൻ ജസ്റ്റ് ഉദ്ദേശിച്ചത്, ഞാൻ ഇപ്പോൾ ഷോർട്സ് അപ്ലോഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇന്ന ടൈമിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്തു, അല്ലെങ്കിൽ 2 ഷോർട്സ് അപ്ലോഡ് ചെയ്തു, അങ്ങനെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. പിന്നെ ഞാൻ ഒരു ഡയറി മിൽക്കിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഡയറി മിൽക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡയറി മിൽക്ക് വരച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് എന്തൊക്കെ കഴിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് പിക്ചറായിട്ടോ സ്റ്റിക്കറായിട്ടോ ഒക്കെ ഇതിൽ അറേഞ്ച് ചെയ്യാം. പിന്നെ ജസ്റ്റ് ഒരു ക്ലോത്ത് ഹാങ് ചെയ്ത പോലെ പിക്ചർ വരച്ചിട്ടുണ്ട്. അത് നമ്മൾ വാഷ് ചെയ്തു എന്നില്ല ആ ഒരു ഇതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ വന്നിട്ട് ഒരു ക്ലീനിങ്ങിൻ്റെ ബക്കറ്റ്, മോപ്പ്, ചൂല് അങ്ങനത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബാത്ത് ടബ് കൊടുത്തിട്ടുണ്ട്, അതും ഷവറിങ് തന്നെയാണ്. അത് 2 എണ്ണം അറിയാണ്ട് വന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ജസ്റ്റ് പിക്ചറായിട്ട് കൊടുക്കുക. അതിൽ നമുക്ക് എഴുതാനുള്ള കാര്യങ്ങൾ എഴുതുക. അപ്പോൾ അത് ഒന്നെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാം. പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക എന്ന് പറയുമ്പം ഒരു ഡയറി അങ്ങനെയൊക്കെ ആവില്ലേ. അതിലാറ് നല്ലത് നമ്മൾ ജേർണലിങ് ചെയ്യുമ്പം കുഞ്ഞിതാക്കിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുകയാണല്ലോ ഏറ്റവും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതും. അപ്പോൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇതൊക്കെ ചെയ്യാം കേട്ടോ. ബേസിക്കലി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡേ ഇൻ ലൈഫ് ജസ്റ്റ് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാമെന്നല്ലാണ്ട് ഒരു പിക്ചറൈസേഷൻ പോലെ ആക്കി വെക്കുക. ദാറ്റ്സ് ഓൾ. നമ്മൾ ഒരുപാട് ജേർണലിംഗ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചാനൽ നോക്കിയാൽ അറിയാം. അപ്പോൾ ഇപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മുടെ പുതിയ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ജേർണലിംഗ് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജേർണലിംഗ് സപ്ലൈസ് ഉണ്ടാക്കുന്നതും അത് വെച്ചിട്ട് ജേർണലിംഗ് ചെയ്യുന്നതും അതല്ലാണ്ട് കുറേ തീമിൽ, അതായത് സ്ട്രോബെറി, പിന്നെ റെയിൻബോ, സൺഫ്ലവർ, അങ്ങനെ ഒരുപാട് തീമിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടാൽ മതി. ഇനി നമ്മുടെ സെക്കൻഡ് ജേർണലിംഗ് നോക്കാം. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ക്യൂട്ട് എന്നും പറയാം, അതല്ലാണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോട്ട് ജേർണൽ എന്ന് പറയും. അതായത് നമുക്കിഷ്ടപ്പെട്ട കോട്ട് അതൊന്ന് ഭംഗിയാക്കിയിട്ട് ഒരു ജേർണലിംഗ് ആയിട്ട് ചെയ്തു വെക്കാം. കോഡ്സ് എന്ന് പറയുമ്പം ചില സമയത്ത് അത്ര ചില്ലറക്കാരനൊന്നുമല്ല. അതായത് നമ്മൾ ഒരുപാട് മൂഡ് ഓഫ് ആയിരിക്കുന്ന സമയത്ത് നമ്മളെ മോട്ടിവേറ്റ് ആക്കാൻ ചില 2 ലൈൻസ് കോട്ടിന് വരെ സാധിക്കാറുണ്ട്. ഈ കോഡ്സൊക്കെ വായിക്കാൻ, ഇങ്ങനെ കാണാൻ, അതായത് നമ്മൾ വാളിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കുമല്ലോ, അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കോഡ്സൊക്കെ വായിക്കാനൊക്കെ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ പറ്റിയ ഒരു ജേർണലിംഗ് ഐഡിയ ആണ് ഈ ഒരു സംഭവം. ഞാനിതാ ഇവിടെ ജസ്റ്റ് ഒരു ഗുഡ് തിങ്സ് ടേക്ക് ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു കോട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് പല പല കളേഴ്സ് വെച്ചിട്ടൊന്ന് എഴുതി, പിന്നെ അതിനൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ജെൽ പെൻ യൂസ് ചെയ്തിട്ട് ഒരു ഔട്ട്ലൈനും കൊടുത്തു. എന്നിട്ട് ഇതുപോലെ കംപ്ലീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതായത് ഒരു വൈറ്റ് പോർഷൻ വിട്ടിട്ട്. ഇനി ഒന്നുമില്ല, ഇപ്പോൾ ഈ കട്ട് ചെയ്തതൊക്കെ നമ്മൾ നേരത്തെ സെറ്റാക്കിയ ബാക്ക്ഗ്രൗണ്ടിലോട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇത്രയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് ആ പേപ്പറിലോട്ട് ആ കോട്ടൊന്ന് എഴുതിയെടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മൾ ജേർണൽ റെഡിയാണ്. എന്നാലും ഈ ജേർണൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഫ്രീ മൈൻഡിൽ ഒന്ന് റിലാക്സേഷനും അങ്ങനെയൊക്കെ ആവാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ കുറച്ച് റിസ്ക് എടുത്താലും പ്രശ്നമൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ ജേർണലിംഗ് പറയുന്നത് ഒക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ഡയറി എഴുതുമ്പോൾ എങ്ങനെയാണ് നമ്മളെ കാര്യങ്ങൾ, നമ്മളെ ഫീലിങ്സൊക്കെ അല്ലേ നമ്മൾ എഴുതുക. അതുപോലെ തന്നെയാണ് ഈ ജേർണലിംഗ്. ഒരിക്കലും അതൊരു കോപ്പി പേസ്റ്റ് സംഭവം അല്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ജേർണലിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ജസ്റ്റ് ഒന്ന് ക്യൂട്ടാക്കാൻ വേണ്ടി ഞാനൊരു ഹലോ കിറ്റിൻ്റെ സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ലാസ്റ്റ് ഐറ്റം നോക്കാം. ലാസ്റ്റ് ഞാനൊരു നോർമൽ വിൻറ്റേജ് തീം ജേർണലാണ് ചെയ്യാൻ പോകുന്നത്.
വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോൾ എൻ്റെ സ്റ്റാൻഡിന് ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്യൂ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കണം. അപ്പോൾ ഈ ഒരു ജേണലിൽ ഞാൻ എൻ്റെ കയ്യിലൊരു വിൻറ്റേജ് തീം പാറ്റേൺ പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് കൈ വെച്ചിട്ട് കീറിയിട്ട് ആ സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാഷി ടേപ്പ് നമ്മൾ ജേണൽ സപ്ലൈസ് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. അതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു. പിന്നെ ഈ ഒരു കോഡ്സ് നമ്മൾ ആ ഒരു വീഡിയോയിൽ തന്നെ ചെയ്തെടുത്തതായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഒരു മോട്ടിവേറ്റ് ആക്കുന്നത് പോലെ കുറച്ച് ഡിഫറെൻറ്റ് സെൻറ്റൻസസ് ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഡ്രൈ ആക്കാൻ വെച്ച ഒരു ലീഫും ഫ്ലവേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് മുകളിൽ ഒട്ടിച്ചു, ഒന്ന് താഴെ ഒട്ടിച്ചു. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത സെയിം നമ്മൾ ഉണ്ടാക്കിയ പാറ്റേൺ പേപ്പറിന് ഒരു പീസ് എടുത്തിട്ട് മുകളിലും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളൊരു വിൻറ്റേജ് ചാനലും റെഡിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.